എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്നതും എല്ലാവർക്കും ഒന്ന് കഴിച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ളതുമായ ഒരു പുൾമിയ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് അവിടെ 2 കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്ത് കേട്ടോ. അത് 2-3 പ്രാവശ്യം നമ്മൾ നല്ല വെള്ളത്തിലിട്ട് കഴുകി ഇനി കുറച്ച് തണുത്ത വെള്ളം നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് വെക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് ആ വെള്ളത്തിലൊക്കെ ഒന്ന് ആണ രൂപത്തിൽ കുഴച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിലൊന്ന് അമർത്തി കിഴങ്ങ് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അതിലേക്ക് ആ ഉപ്പൊന്ന് പിടിക്കാനും അതുപോലെ തന്നെ ഒന്നിങ്ങോട്ട് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട്. ഇനി അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ആ ഉപ്പ് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടാവും, നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇഡ്ഡലിത്തട്ടിലൊക്കെ വെച്ച് ആവി കയറ്റിയിട്ട് പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒന്ന് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് 2-3 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആവി കയറ്റുന്നത് എന്തിനാണെന്ന് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും അതേപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് ആവിയൊക്കെ കയറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. അപ്പം ചൂടാറാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു ടവൽ എടുത്ത് വെച്ചിട്ട് ആ ടവലിലേക്കാണ് നമ്മളിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണത്. അപ്പോൾ ഇതുപോലെ തന്നെ അതിൽ നിന്നും ആ ടവലിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് തോന ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് നിരത്തി വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ബാക്കി വരുന്ന തുണിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബെല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒന്ന് വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 20 മിനിറ്റും ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂറും നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇത് നമുക്കൊക്കെ ചെറുതായിട്ടൊരു കട്ട്ലേറ്റ് വേണം. ഈ ബർഗറിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനൊരു കട്ട്ലേറ്റ്. അതിന് വേണ്ടി ഒരു 3 കഷ്ണം ചിക്കൻ ഞാൻ എടുത്തിട്ട് അത് നല്ലൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിക്കണേ. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെലും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 ബർഗർ ഉണ്ടാക്കണുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു കട്ട്ലേറ്റിനനുസരിച്ചുള്ള ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അതും വളരെ കുറച്ച് മതി. നമ്മൾ കുറച്ച് ഇറച്ചി എടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ച് മതി. ഇനി നമുക്ക് എരിവിന് പച്ചമുളകൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ മൈദയാണ് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് എല്ലാം ഒന്ന് ചേരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറൊരു കാര്യങ്ങളും നമ്മളിതിലേക്ക് ചേർക്കില്ല. ഇത്ര മസാല മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ആ ഒരു കിഴങ്ങിൻ്റെ ഇത് എടുത്തിക്കണേ. ഇനി നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ട് അതൊക്കെ ഒന്നും ഇങ്ങോട്ട് ഡ്രൈ ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഇത് മാറ്റി കൊടുക്കുക ആ ടവലിൽ നിന്ന്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കാണുന്നുണ്ടല്ലോ, കുറച്ച് അരിപ്പൊടി അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ മാളൊന്ന് അരിച്ചാണ്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. അത് ഇതുപോലെ തന്നെ ഒരു അരിപ്പ് മുകളിൽ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾക്ക് കുറച്ച് അരിപ്പൊടി ഇതേപോലെ തന്നെ തരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ആ പാത്രം വെച്ചിട്ട് നല്ലോണം ഒന്ന് കുടഞ്ഞ് ആ കിഴങ്ങിലേക്ക് എല്ലാം ഒന്ന് പിടിക്കുന്ന രൂപത്തിൽ ആക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പെട്ടെന്ന് കിട്ടാൻ അതുപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഈ പുറത്തത്തെ പണികളൊക്കെ ഒന്ന് ചെയ്തു. ഇനി നമുക്ക് അടുപ്പത്തെ പണി നോക്കാം. അപ്പോൾ അടുപ്പത്ത് ഇതേപോലെ തന്നെ പാന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തോന ഓയിൽ ചേർത്ത് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആ കട്ട്ലേറ്റിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി ഇറച്ചില്ലേ, അതൊരു കട്ട്ലേറ്റ് രൂപത്തിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേറെ കിഴങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ തീ ഉണ്ടാവും മാത്രം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ തീയിലാണ് നമ്മളിത് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിട്ടു പോകും. അപ്പോൾ കുറച്ച് കൂടുതൽ തീയിൽ തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത് ഒരു ഭാഗം നമുക്കൊന്ന് നല്ലോണം നായി കിട്ടിയതിന് ശേഷം മറിച്ചിടുമ്പോൾ മാത്രം തീ കുറച്ച് ഉള്ളു വേവാനും വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു 3 കഷ്ണം ഇറച്ചും അതിലേക്കുള്ള സവോളയും വെളുത്തുള്ളിയൊക്കെ കൂട്ടിയപ്പോൾ തന്നെ എനിക്ക് 4 കട്ട്ലേറ്റിനുള്ളത് കിട്ടിക്കണേ. നമ്മൾ ചെറിയ ബണ്ണാണ് ഇവിടെ എത്തുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കട്ട്ലേറ്റ് മതിയല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് 4 കട്ട്ലേറ്റ് ഇവിടെ കിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തീ കൂട്ടിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 4 വെച്ച് കൊടുത്ത് ഒന്ന് കുറച്ചൊരു സൈഡ് നല്ലോണം ഒന്ന് കളറ് മാറിയതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് മാറി വന്നിക്കണം അപ്പുറം. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ കയ്യിലോട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ കിട്ടിയെന്ന് വരും. അങ്ങനെ വൈദ്യ പോയി പോവും. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 ഇട്ട് ഇതേപോലെ വൈദ്യ കണ്ണിലേക്ക് കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആയിപ്പോവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മറിച്ചിട്ട് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ല അപ്പുറം ഒന്ന് ആയിക്കണമല്ലോ. ഇനി നമുക്കിത് എന്താ തീ കുറച്ചിട്ട് ഉള്ളി വേവാനും വേണ്ടിയിട്ട് തീ കുറച്ചിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് അപ്പുറമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ, കളറ് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ അപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടുകാണ്ട് കളറ് മാറ്റിയെടുത്ത് പുള്ളൊക്കെ നല്ലോണം ഒന്ന് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളെ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാതെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ തന്നെ നമുക്ക് സവോളയൊക്കെ ഒന്ന് വട്ടത്തിൽ മുറിച്ച് അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വട്ടത്തിൽ മുറിച്ചേക്കുക. ഞാൻ എന്നും പറയുന്ന മാതിരി നമ്മൾ വീട്ടിലുള്ള ക്യാബേജാണ് ഞാൻ എടുത്തിരുന്നത്, അല്ലാതെ നമുക്ക് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതല്ല കേട്ടോ. അപ്പോൾ ക്യാബേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 3 ഞാൻ സെറ്റാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് എന്തിടണം, ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ചട്ടി ഇതുപോലെ തന്നെ കുണ്ടിലെ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ അതിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇനി അത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കുറച്ചുകാണ്ട് നമ്മൾ 2-3 മിനിറ്റ് തീ കുറച്ചുകാണ്ട് വേവിക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായിക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആ കിഴങ്ങൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഒന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേവണതല്ല, വേവാൻ കുറച്ച് താമസം ഉണ്ടാകുമ്പോൾ കുറച്ചാണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് തീ നല്ലോണം സ്ലോ ആക്കാം. തീ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ഭാഗം ഒന്ന് ഇങ്ങോട്ട് നല്ലോണം ഒന്ന് ആവട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് വിലം വെച്ച് വന്നേക്കണം. തീ കൂട്ടണമെങ്കിൽ പെട്ടെന്ന് കളറാവും ചെയ്യും, നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടൂല കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ കൂട്ടിയിട്ടിട്ടൊരു 3 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഉള്ളും പുറം അതുപോലെ ആയിക്കിട്ടും. നമ്മൾ ആദ്യം സ്ലോ ആക്കിയത് ഉള്ളാവാനും വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ കൂടുതലാക്കിയത് പുറമാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നതാണ്, ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാൽ മതി, പെട്ടെന്ന് എണ്ണ നമുക്ക് വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആ ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സോസ് ഉണ്ടാക്കണം. പിന്നെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനും പറ്റിയൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബട്ടറിലാണ് ആ സോസ് ഉണ്ടാക്കണം കേട്ടോ. ആ ബട്ടറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി അതിലേക്ക് ചേരട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൈദയിൽ നമ്മൾ വലിയ ഭരണിയിലാണല്ലോ മൈദ ഒക്കെ ഇട്ട് വെക്കുക. അപ്പോൾ അതിലില്ല കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അത്ര മൈദ അല്ല, അതൊരു സ്പൂണ് മൈദ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്പൂണ് മൈദ അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും ഇങ്ങോട്ട് വേണേ ബട്ടറിലേക്ക് ആ മൈദയൊക്കെ ഒന്ന് ചേരുന്നതിൽ നമുക്ക് ഇളക്കി കൊടുക്കുക. ഒന്നിന് ചേർന്നതെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ കാച്ചിട്ടൊക്കെ ഇട്ടും ഫ്രിഡ്ജിൽ വെക്കാത്ത പാലില്ലേ, പുറത്തൊക്കെ വെച്ച് കാണില്ല, അങ്ങനത്തെ പാൽ ഒഴിച്ച് കൊടുക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാലങ്ങൾ ഒഴിച്ച് കൊടുക്കരുത്. അതിന് ശേഷം ഒന്നും ഇങ്ങോട്ട് ടൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തീ കുറച്ചതിന് ശേഷം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചീസിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ സ്ലൈസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ സാധാരണ എല്ലാവരും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കുറച്ച് മതി. ഇപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഇത്തിരി എരിവിനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ സോസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലൊക്കെ പെട്ടെന്ന് ഉപ്പ് ഏറും, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ടൈറ്റിലാണിത് വേണ്ടത്. പറ്റ ലൂസായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒലിച്ചിങ്ങോട്ട് പിന്നെ ബെണ്ണുമെന്ന് ഇറങ്ങും. അതിന് കുറച്ച് ടൈറ്റിലാണ്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം അതൊന്ന് സെറ്റ് ആക്കണേ. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ചട്ടിയിൽ വെച്ച് കാണും ഒന്ന് ചൂടാക്കി നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല.
അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബർഗർ ഉണ്ടാക്കിയ ഇതിൽ ഞങ്ങൾക്ക് കാണിച്ച് നിൽക്കണം എങ്ങനെ അത് ചൂടാക്കേണ്ടതെന്ന്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഒരു ബർഗറിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലോണം പരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായി നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സവോളൻ്റെത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് 2 തക്കാളിൻ്റെത് വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കാബേജിൻ്റെ ലീഫ്, തക്കാളി, നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് ഇല്ലേ അതും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ പുറത്ത് നമുക്ക് കുറച്ച് മയോനീസ് തേച്ച് കൊടുക്കുക. ബെന്നിൻ്റെ അപ്പുറത്തെ പുറത്ത് നമുക്ക് കുറച്ച് മയോനീസ് തേച്ച് കൊടുക്കാം. മയോനീസ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. മയോനീസിൻ്റെ ടേസ്റ്റ് ഇതിന് ഭയങ്കര ഒരു എടുത്ത് കാണിക്കണം. അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ വേണം നമുക്ക്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ തേച്ച് കൊടുത്ത് നമുക്കതിന് മുകളിൽ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങോട്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് പ്രസ് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെക്കണം. അപ്പോൾ ഗ്ലാസ്സിനായിട്ട് ഞാൻ അത് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന ഈ കടലാസിൻ്റെ ഗ്ലാസ്സിൽ അതിൻ്റെ അടിഭാഗത്ത് വെട്ടിൻ്റെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്രധാനപ്പെട്ട ആൾ വരേണ്ടത്, കുറച്ച് വൈറ്റ് സോസ്. അപ്പോൾ ഇത് ഒലിച്ചിറങ്ങേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് സോസ് അതിലേക്ക് വേണം. ഞാനൊരു 2-4 സ്പൂണ് സോസ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക. അപ്പം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കണം. നമ്മൾ കറുത്ത എള്ളാകുമ്പോഴാണ് കാണാനൊക്കെ ഭംഗി. അപ്പോൾ ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് നമുക്കിതൊന്ന് പൊന്തിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്ലാസ് മെല്ലെ നമുക്ക് പൊന്തിച്ച് കൊടുക്കണേ. ഇതാ നമ്മുടെ പുതിയ ഐറ്റം, എല്ലാവരും കഴിക്കാൻ ആഗ്രഹമില്ല ഒരു സാധനം ഇപ്പോൾ ഇവിടെ റെഡി ആക്കണം. കാണാനൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ.